ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എടയ്ക്കൂരാണ് കേട്ടോ. നമ്മുടെ ചാവക്കാട് എടയ്ക്കൂരാണ്. എടയ്ക്കൂരിൽ നിന്ന് നേർച്ചയാണ് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കൂടുതലായിട്ട് പറയണമെന്ന് തോന്നുന്നില്ല. കാരണം ഒരുപാട് ആനകൾ വന്ന് നിറയുന്ന ഒരു നേർച്ചയാണെന്ന്. ഒരുപാട് ആനകൾ വരാറുണ്ടായത്. കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് ആനകൾ വന്നിട്ട് നിറയുന്ന ഒരു ഗംഭീര പരിപാടിയാണ് നമ്മുടെ എടയ്ക്കൂർ നേർച്ച എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്തായാലും വരണം വിചാരിച്ചു, പക്ഷേ വരാൻ പറ്റിയില്ല. സോ എന്തായാലും ഇന്ന് ഞാനിപ്പോൾ അവിടെ നിൽക്കുന്നത് സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്കുള്ള ട്രെയിൻ ഇതേ വരുന്നുണ്ട്. അതല്ല ഇതാ ഈ വരുന്നു. ഗൈസ്, ഇതിപ്പോൾ നമ്മളിതാ ഇവിടെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇനി നമുക്ക് ബസ് സ്റ്റാൻഡ് പോകണം. ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്ര 1 കിലോമീറ്ററേ ഉള്ളൂ, നടക്കാനുള്ള ദൂരമുള്ളൂ. അവിടുന്ന് നമുക്ക് ചാവക്കാട് പോകാനുള്ള ബസ്സിൽ കയറണം കേട്ടോ. സോ എന്തായാലും ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഫോണും ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചു. ടൈമൊന്നും ആയിട്ടില്ല, നോക്കി 5:45 പോകുന്നേ ഉള്ളൂ. സോ ഗൈസ്, നമ്മളിത് ഇവിടെ എത്തിയിട്ട് ഒരു കളർഫുൾ ബസ് വന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇതാണ് ബസ് സ്റ്റാൻഡ്. നമുക്ക് ഇവിടുന്ന് ചാവക്കാടുക്കുള്ള ബസ് ഏതാണെന്ന് നോക്കട്ടെ. നമ്മൾ നിൽക്കുന്നത് പൊന്നാനിയാണ് കേട്ടോ. നമ്മൾ ഈ ബസ്സിലാണ് വന്നത്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആനകൾ പോകുന്നുണ്ട്. ബസ് ഗൈസ്, അവിടുന്ന് ആന കൊടി എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ഒരു വീട്ടിൽ നിന്ന് എടുത്ത് വരികയെന്ന് പറഞ്ഞത്. ഒരു ആന വരുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടുന്ന് ഈ ഒരു ആന അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ആന എല്ലാ ആനകളും പാടെ വന്നിട്ട് നമ്മളവിടെ ഫസ്റ്റ് ഇരുന്ന സ്ഥലമില്ല, അവിടെ വന്നിട്ട് കൂടും കൊടിയേറ്റത്തിൻ്റെ സമയത്ത്. അതായത് ഇവിടുന്നുള്ള ആനയും അതുപോലെ തന്നെ അവിടുന്ന് കുറേ ആനകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം പാടെ അവിടെ ഒരു സെൻറ്ററിൽ കൂടുന്നാണ് പറഞ്ഞത്. നമ്മളവിടെ ഇരിക്കുന്നുണ്ട്. അതൊരു അടിപൊളി ആന വരുന്നുണ്ട്. നോക്കി ഞങ്ങൾ ഇതാണ് നമ്മൾ അവിടുന്ന് വരുമ്പോൾ കണ്ട ആന കേട്ടോ. നമ്മളിത് ഇങ്ങനെ നടക്കിയിരുന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട ആനയെ തോന്നുന്നത് അവിടുന്ന് വരുന്നുണ്ട്. ഇനി അതാണോന്ന് ഉറപ്പില്ല. നോക്കിയോട്ട് ഇപ്പോൾ 11:30 ടൈം ആയിട്ടുണ്ട് കേട്ടോ. പരിപാടി ഇപ്പോഴും സ്റ്റാർട്ടായിട്ടില്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു കൊടിയേറ്റം പറഞ്ഞില്ല, ആ ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. എന്താ നോക്കിയിട്ട് ആ തലക്കെന്ന് വരുന്നുണ്ട്. കാര്യം ഇന്നിവിടെ നടക്കാൻ പോകുന്നത് 167ാമത്തെ നേർച്ചയുണ്ട്. ഞാൻ വന്ന പാട് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ബുക്ക് കിട്ടി, അപ്പോൾ അതിന് നോക്കിയാണ് 167ാമത്തെ നേർച്ചയാണ് ഇന്ന് 2025 ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ. പരിപാടി എന്തായാലും അവിടുന്ന് വരുന്നുണ്ട്. നമുക്ക് കണ്ട് ചെന്ന് നോക്കി നോക്കാം. അവിടുന്ന് ഓരോ പരിപാടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് കണ്ട ആന തന്നെയാണ് തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിൽ ഒരുപാട് ആനകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഇതന്നെയാണ് ബെസ്റ്റ് ലൊക്കേഷൻ. കാരണം വരുന്ന ടൈമിൽ നമുക്ക് എല്ലാം കാണാം. ഓക്കെ,
നമ്മളെല്ലാം വന്നപ്പോൾ വണ്ടി മൊത്തം എല്ലാം ബ്ലോക്ക് ആയിട്ട് ഇവിടേക്ക് വരുന്നത് നോക്കി. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ആ ടീം വരുന്നത്. പിന്നെ അത് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഈ റോഡ് പണി നടക്കുന്നതിൻ്റെ അവിടെ കയറിക്കുന്നുണ്ട്. ഇങ്ങനത്തെ സ്ഥലത്ത് അവിടുന്ന് വേറെ ടീമും വരുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്നോട്ടെ. അവിടുന്ന് ഒരുപാട് ആന വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ആശംസകളോടെ ഹയാത്ത് ഹോസ്പിറ്റൽ ചാവക്കാട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആക്സിഡന്റ് ട്രോമ കെയർ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അസ്ഥിരോഗ വിഭാഗം, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന CT സ്കാൻ വിഭാഗം, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാർഡിയോളജി വിഭാഗം, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുട്ടികൾ വർഷമേ ആയിട്ടുള്ളൂ ഞങ്ങളുടെ വീടിന്റെ പെയിന്റിംഗ് കഴിഞ്ഞിട്ട്. മാർക്കറ്റിൽ കിട്ടുന്ന ക്വാളിറ്റി ഇല്ലാത്ത പെയിന്റൊന്നും അടിക്കല്ലേ എന്ന് ഞാൻ ചെയ്തു കൊടുക്കുന്നു. ഫോൺ 9605406666. നേർച്ച ആശംസകളോടെ KC ഫിഷ് മാർട്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ എടക്കഴിയൂർ.